ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച, അതായത് മാർച്ച് മാസം 31 മുതൽ ഏപ്രിൽ മാസം 6 വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നമുക്ക് ഏകദേശം 35ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. 14 ഡേയ്സ് ഗേൾഫ്രണ്ട് ഇൻഡ്ലോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ത്രില്ലർ മൂവിയാണ്, തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. ദ സ്റ്റോറി ഓഫ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്തൊരു മലയാളം മൂവിയാണ്. എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു കന്നഡ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഗൗരി എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റിവർ ഓഫ് ബ്ലഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈം, VR OTT പ്ലാറ്റ്ഫോമിലായിട്ട്, ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്ത സിനിമ ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദ ടേൺ അഹെഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഉദ്വേഗം എന്ന് പറയുന്ന സിനിമ. ETV വഴിയാണ് തെലുങ്ക് ഭാഷയിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. പാറു പാർവതി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് കന്നഡ ഭാഷയിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. മുർമുർ എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈം കൂടാതെ ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മിസ്സിംഗ് ഫേസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ലക്ഷ്മി കടാക്ഷം എന്ന് പറയുന്ന തെലുങ്ക് മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആണ്. ടച്ച് മീ നോട്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് 7ഓളം ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ലവ് യാപ്പ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് സീരീസ് ആണ്. ഹോം ടൗൺ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ സിനിമ അവൈലബിൾ ആണ്, അല്ല ഈ സീരീസ് അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പോളിഷ് മൂവിയാണ്. എ റിയൽ പെയിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, പോളിഷ് ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ടൊരു ഇംഗ്ലീഷ് സീരീസ് ആണ്. പൾസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ ബോൺസ്മാൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ഫാന്റസി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് തന്നെയാണ് ഗെറ്റ് മിലി ബ്ലാക്ക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ കോൺഫിഡന്റ് എന്നാണ് സീരീസിന്റെ പേര്. ഒരു ത്രില്ലർ സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് തന്നെയാണ് ദ സിമ്പതൈസർ എന്നാണ് സീരീസിന്റെ പേര്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു മൂവിയാണ്, തെലുങ്ക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടി ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. ചമക് ദ കൺക്ലൂഷൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 2ാമത്തെ സീസൺ ആണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ സീരീസ് സോണി ലിവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ത്രില്ലർ മൂവിയാണ്, ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. കടസി തോട്ട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കടസി തോട്ട സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ഒരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. ജയിലർ എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കൊറിയൻ സീരീസ് ആണ്. കർമ്മ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഹിന്ദി, കൊറിയൻ ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ് ഭാഷകളിലായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ഡ്രാമ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ടെസ്റ്റ് എന്ന് പറയുന്ന സിനിമ. ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. നമ്മുടെ നയൻതാര, സിദ്ധാർത്ഥ്, മാധവ് എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളിലായിട്ട് അവൈലബിൾ ആണ്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. കാഫിർ ദ മൂവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡയറക്റ്റ് OTT റിലീസ് ആണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് C5ലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്.
അടുത്ത സബിൻ സാഗർ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിലും സിംപ്ലി സൗത്തിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന് പറഞ്ഞ സിനിമ. സൺ നെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ബാങ്കർ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു തമിഴ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ലെഗ് പീസ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ എൻഡുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ഡ്രാമ മൂവിയാണ് കോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വേവ്സ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കൊറിയൻ ഹൊറർ മൂവിയാണ് ഡാർക്ക് നൺസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ 2 ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ആക്ഷൻ ഫാന്റസി ഹൊറർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ക്രാവൻ ദ ഹണ്ടർ എന്ന് പറയുന്ന സിനിമ. ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ വിനീത് ശ്രീനിവാസന്റെ ഒരു കോമഡി മൂവിയാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മനോരമ മാക്സിൽ ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളായിട്ടാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തത്. മാർച്ച് മാസം 31-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 6-ാം തീയതി വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. 35ഓളം റിലീസുകളാണുള്ളത്. ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും, ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.